നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ കുടുംബങ്ങൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും റേഷൻ കാർഡ് ഉടമകൾക്കും വിവാഹ സഹായം പ്രതീക്ഷിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന വിവരങ്ങൾ പൊതുവായ സർക്കാർ അറിയിപ്പുകൾ, നിലവിൽ പുരോഗമിക്കുന്ന നടപടികൾ, ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്. പുതിയ ഉത്തരവുകൾ വന്നാൽ അതനുസരിച്ച് കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കുടുംബശ്രീ അംഗങ്ങൾക്ക് കേരള ചിക്കൻ പദ്ധതിയിലൂടെ പുതിയ അവസരം വന്നിട്ടുണ്ട്. സ്വയം തൊഴിൽ രംഗത്ത് വനിതകളെ കൂടുതൽ ശക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ മുഖേന വിവിധ സംരംഭങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നു. അതിൽ ശ്രദ്ധേയമായ ഒന്നാണ് കോഴി വളർത്തൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള ചിക്കൻ പദ്ധതി. പ്രാദേശികമായി സുരക്ഷിതമായ കോഴിയിറച്ചി ഉൽപ്പാദിപ്പിക്കുക, വനിതകൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുക, നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത്. കോഴി ഫാം ആരംഭിക്കാൻ താൽപ്പര്യമുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്കും വ്യക്തിഗത സംരംഭകർക്കും ആവശ്യമായ സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, പരിശീലനം, ബാങ്ക് വായ്പാ സാധ്യതകൾ, ചില സാഹചര്യങ്ങളിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ എന്നിവ ലഭ്യമാക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് അതത് കുടുംബശ്രീ CDS ഓഫീസിലോ ബ്ലോക്ക് മിഷൻ ഓഫീസിലോ ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. സ്വന്തമായി ചെറിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിരവധി വനിതകൾക്ക് ഈ പദ്ധതി ഭാവിയിൽ മികച്ച വരുമാന മാർഗമാകാൻ സാധ്യതയുണ്ട്. ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പെൺമക്കളുടെ വിവാഹ ചിലവുകൾ വലിയ വെല്ലുവിളിയാണ്. ഈ സാഹചര്യം പരിഗണിച്ച് സംസ്ഥാനത്തും വിവിധ ക്ഷേമ ബോർഡുകളിലും ധനസഹായ പദ്ധതികളും വായ്പാ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. ഓരോ പദ്ധതിയുടെയും അർഹതാ മാനദണ്ഡങ്ങൾ വ്യത്യാസമാണ്. ചില പദ്ധതികളിൽ കുടുംബ വരുമാനം, റേഷൻ കാർഡ് വിഭാഗം, അംഗത്വം, വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി തുടങ്ങിയവ പരിഗണിക്കാറുണ്ട്. ചിലർക്ക് നേരിട്ടുള്ള ധനസഹായം ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതികളും ലഭ്യമാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ആവശ്യമായ രേഖകൾ പൂർണ്ണമായി തയ്യാറാക്കുന്നത് അപേക്ഷ വേഗത്തിൽ പരിഗണിക്കപ്പെടാൻ സഹായിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന സ്ഥാപനത്തിന്റെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ മാത്രം പിന്തുടരുകയും ഇടനിലക്കാരെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നത് സുരക്ഷിതമാണ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ്. അതിനാൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഗുണഭോക്താക്കൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. പെൻഷൻ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. വിതരണം സമയബന്ധിതമാക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ തുക ലഭ്യമാക്കുന്നതിനുമായി വിവിധ സംവിധാനങ്ങൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്നാണ്, അതായത് 24-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന വാർത്തകളാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ ഔദ്യോഗിക തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ ബാങ്ക് അക്കൗണ്ടിലേക്കോ സഹകരണ ബാങ്കുകളിലേക്കോ മറ്റ് അംഗീകൃത മാർഗങ്ങളിലേക്കോ തുക ലഭ്യമാക്കുന്നത് ഓരോ പ്രദേശത്തും ചെറിയ വ്യത്യാസങ്ങളോടെ ആയിരിക്കും. ഓണക്കാലം അടുത്തു വരുന്നതിനാൽ പെൻഷൻ മുൻകൂട്ടി വിതരണം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചും വിവിധ തലങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. എന്നാൽ അന്തിമ തീയതിയും വിതരണക്രമവും ഔദ്യോഗിക ഉത്തരവ് വന്ന ശേഷമേ സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. ഓണത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി വിവിധ ക്ഷേമ നടപടികൾ എല്ലാ വർഷവും സർക്കാർ പ്രഖ്യാപിക്കാറുണ്ട്. റേഷൻ കാർഡ് ഉടമകൾക്കായി ഓണക്കിറ്റ് വിതരണം, പ്രത്യേക അരി, ന്യായവില ഉൽപ്പന്നങ്ങൾ, സപ്ലൈകോ ഓണം ഫെയറുകൾ, വിപണി വില നിയന്ത്രണ പരിപാടികൾ തുടങ്ങിയവയാണ് സാധാരണയായി നടപ്പിലാക്കുന്നത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിരവധി അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. വിതരണം ആരംഭിക്കുന്ന തീയതികളും അർഹതാ മാനദണ്ഡങ്ങളും ജില്ലകൾ അനുസരിച്ച് പ്രഖ്യാപിക്കപ്പെടുന്നതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് എന്നത് ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും പെൻഷൻ സ്വീകരിക്കാൻ അർഹനാണെന്നും ഉറപ്പാക്കുന്നതിനുള്ള ബയോമെട്രിക് പരിശോധനയാണ്. ഇത് പുതിയ അപേക്ഷയല്ല, പുതിയ പെൻഷൻ അനുവദിക്കുന്ന നടപടിയുമല്ല. നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്കും തുടർന്നും തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ പരിശോധന മാത്രമാണ്. അതുപോലെ ഈ വർഷത്തെ മസ്റ്ററിംഗ് നടപടികൾ ജൂലൈ മാസത്തിൽ, അതായത് 17-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നിശ്ചിത അവസാന തീയതി ഈ സെപ്റ്റംബർ 30-നാണ് വരുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ ഏവരും പൂർത്തിയാക്കണമെന്ന് പറയുകയാണ്. അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് വലിയ തിരക്കിനും സാങ്കേതിക പ്രശ്നങ്ങൾക്കും കാരണമാകും. സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പിന്നീട് പെൻഷൻ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുന്നതിൽ എല്ലാവരും കഴിയുന്നത്ര വേഗത്തിൽ നടപടി സ്വീകരിക്കണം.
അക്ഷയ കേന്ദ്രത്തിൽ പോകുമ്പോൾ ആധാർ കാർഡ്, പെൻഷൻ ബുക്ക് അല്ലെങ്കിൽ PPO നമ്പർ, ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ, രേഖകളിൽ വിവര വ്യത്യാസമുണ്ടായെങ്കിൽ ആദ്യം അത് തിരുത്തി ശേഷം മസ്റ്ററിംഗ് നടത്തുന്നത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. ഇനി കിടപ്പ് രോഗികൾക്കും പ്രായാധിക്യം മൂലം യാത്ര ചെയ്യാൻ കഴിയാത്തവർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഹോം മസ്റ്ററിംഗ് സംവിധാനം ലഭ്യമാണ്. ഇതിനായി കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായി മുൻകൂട്ടി ബന്ധപ്പെടണം. ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അധികൃതർ വീട്ടിലെത്തി സേവനം ലഭ്യമാക്കും. വിരലടയാളം ലഭിക്കാത്തവർ, ചില മുതിർന്ന പൗരന്മാർക്ക് വിരലടയാളം മെഷീനിൽ വ്യക്തമായി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശപ്രകാരം ലൈഫ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് അംഗീകൃത രേഖകൾ സമർപ്പിച്ച് നടപടികൾ പൂർത്തിയാക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. അക്ഷയ കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ മതി. അതുപോലെ ഈ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: അവസാന ദിവസത്തേക്ക് കാത്തിരിക്കരുത്. രേഖകൾ മുൻകൂട്ടി പരിശോധിക്കുക. ആധാർ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുക. അതുപോലെ മൊബൈൽ പ്രവർത്തനക്ഷമമാണെങ്കിൽ അത് തിരുത്താനും ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഔദ്യോഗിക അക്ഷയ കേന്ദ്രവുമായി മാത്രം ബന്ധപ്പെടുക. വ്യാജ സന്ദേശങ്ങളും തെറ്റായ പ്രചരണങ്ങളും വിശ്വസിക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.